ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതുപോലെ ഇത് നാട്ടിൽ വെച്ച് ഇക്കയുടെ വീട്ടിൽ വെച്ചൊരു നോമ്പിനെടുത്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ സൗദിയിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഓൾറെഡി ബീഫിലും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വാവ നല്ല കളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വന്ന് പഴമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ബീഫ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ ബീഫ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിപ്പത്തിരിയും കൂടി കൊണ്ടുവന്നാട്ടോ വിചാരിക്കുന്നത്. നോമ്പ് മാസം ആയതുകൊണ്ട് തന്നെ സൗദിയിൽ 5 മണിക്ക് ശേഷമേ ഹോട്ടലൊക്കെ തുറക്കുകയുള്ളൂ. അപ്പോൾ വാവയ്ക്കൊക്കെ ഫുഡ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാണ് കേട്ടോ. അങ്ങനെ ആൾ നല്ല കളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയിലയിലൊക്കെയാണ് കേട്ടോ പൊതിഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വാപ്പിയും അതുപോലെ തന്നെ ഇക്കായും കൂടി എല്ലാം ഒന്ന് പെട്ടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ വാവയുടെ എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ട്രോളിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നാളെ വെളുപ്പിനെ 2 മണിക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അതുപോലെ ഇപ്പോഴേ പെട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ടൈമിൽ എൻ്റെ വാപ്പി ഉമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വരുമ്പോഴും കുറച്ച് സാധനമൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതും കൂടി വന്നതിന് ശേഷം നമ്മൾ പെട്ടി ഫുള്ളായിട്ടൊന്ന് കെട്ടത്തുള്ളൂ. അതുപോലെ ഇന്ന് എല്ലാവർക്കും നോമ്പായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇവിടെ നോമ്പുറയും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ വാപ്പി ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ അവർ വന്നപ്പോൾ ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്തവണ ഉമ്മ കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് മാത്രമേ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടി നമ്മൾ പാക്ക് ചെയ്യാതെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഐസുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോസൊക്കെ ആൽബമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാപ്പി ഉമ്മയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഹസ്ബൻഡ് എടുത്ത് ഇതുപോലത്തെ സിംഗിൾ ഫോട്ടോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വാവയുടെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ ആൽബമൊക്കെ പെട്ടെന്ന് തന്നെ ആ സ്റ്റുഡിയോക്കാർ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന സ്റ്റുഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൽബം നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടൊരു ആൽബമായിരുന്നു. അധികം പേജസ് ഒന്നുമില്ല, കുറച്ച് മാത്രം പേജസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ അമ്മക്ക് വല്ല മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, റൂമിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ടൈമിൽ ഉമ്മയുടെ റോസ ചെടിയിൽ നിറച്ച് റോസയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. പിന്നെ ഇവിടെ കുറച്ച് കുരുമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചാമ്പങ്ങായും എല്ലാം ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ വന്ന ടൈമിൽ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ സപ്പോർട്ടാണ് കേട്ടോ. ഇതും നിറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് വലിയ ചാമ്പങ്ങ പിടിക്കുന്ന മരമാണ് കേട്ടോ. അതുപോലെ ഈ ഒരു പുതിയ വീട് പണിയുന്ന ടൈമിൽ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ. അപ്പോൾ താൽക്കാലികമായിട്ട് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ പുറകിലത്തെ പറമ്പും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഈ ഒരു ടൈമിൽ വാവ നല്ല ഉറക്കമായിരുന്നു. ആൾ എണീക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് ടൈം ഉമ്മ വെയിറ്റ് ചെയ്തെങ്കിലും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഉമ്മ ഉറക്കത്തിൽ നിന്ന് തന്നെ ആളെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആൾ നല്ല കരച്ചിലാണ്. പിന്നെ ഉമ്മ തന്നെ ഉറക്കിക്കോളും, അതുകൊണ്ട് വലിയ പ്രശ്നവും ഇല്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പെട്ടി പാക്കിംഗ് ഒക്കെ ഇതുവരെ എത്തിയിട്ടോ. അപ്പോൾ ഉമ്മ വന്നപ്പോൾ മാങ്ങയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ കൊണ്ടുവരാൻ. അപ്പോൾ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ആ ഒരു ടൈമിൽ വാപ്പി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അരിപ്പത്തിരിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറയ്ക്ക് വേണ്ടി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാപ്പി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ വാപ്പി ഉമ്മയും കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ പെട്ടിയിൽ കയറ്റുവാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കയുടെ കുറേ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൂത്തുമ്മായും മൂത്താപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ ഐറ്റംസും ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാ തവണയും വാപ്പിയായിരിക്കും കേട്ടോ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തരുന്നത്. പിന്നെ ഇതാ നോമ്പുറക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാരക്കായും ഈന്തപ്പഴവും അതുപോലെ ഇത് നമ്മളിവിടെ പിടിച്ച ചാമ്പങ്ങ, അല്ല ഇതിൻ്റെ പേര് വേറെയാണ്, ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ, നെയ്പത്തിരി, പിന്നെ കട്ട്ലേറ്റ്, ഇതൊക്കെ വാപ്പി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പഴവും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് കുടിക്കാൻ വേണ്ടി നമ്മൾ നാരങ്ങ വെള്ളം കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ കസുകസൊക്കെ ഇട്ട് നല്ലൊരു നാരങ്ങ വെള്ളമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ഒരു പെട്ടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇതാ കുടിക്കാൻ വേണ്ടി കടിൻ ചായയും അതുപോലെ തന്നെ പാൽ ചായയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉമ്മ ഓൾറെഡി മട്ടൻ കുറുമ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതാ കടിഞ്ചായക്ക് ശേഷം നമ്മൾ പാൽ ചായയും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നോമ്പ് തുറക്കാൻ വേണ്ടിയും വാപ്പി ഇതാ അരിപ്പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് നോമ്പൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നോമ്പ് മാസമൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ചൂടായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതിനുശേഷം വാപ്പി ഐസൂവിനെ ബുള്ളറ്റിലൊക്കെ കയറ്റി ഒന്ന് കറക്കാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആയപ്പോൾ വാപ്പിയൊക്കെ ആയിട്ട് നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ വാവ രണ്ട് ഉമ്മിമാരുമായിട്ട് നല്ല കളിയിലാണ് കേട്ടോ. ആൾ മുറ്റത്തുനിന്ന് കയറുന്നേ ഇല്ല, അല്ലെങ്കിൽ തന്നെയും പുറത്തോട്ട് നടക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അകത്ത് കയറ്റിയാലാണ് കൂടുതൽ അലമ്പാകുന്നത്. പിന്നെ അതാ എല്ലാവർക്കും വേണ്ടി അപ്പമൊക്കെ ചുടണമായിരുന്നു. അപ്പോൾ ഉമ്മ ഓൾറെഡി മാവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ വാപ്പിക്കും ഉമ്മയ്ക്കും പൊരിച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മയും മീനൊക്കെ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ 2 ടൈപ്പ് മീനുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അപ്പവും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല കേട്ടോ, അരിപ്പത്തിരിയും പൊറോട്ടയും കൂടി ഉണ്ട്. അതുപോലെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ബ്രദറും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദുബായിലേക്ക്. അതുകൊണ്ടാണ് ആളെ കാണാത്തത്. അതുപോലെ ഇക്കാടെ അനിയനും പോയിട്ടുണ്ടായിരുന്നു പൂനെയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ മീൻകറിയും മട്ടൻ കുറുമയും എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ വാപ്പി വന്ന ടൈമിൽ ഇതാ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് കറിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ഒരു കടയാണ് കേട്ടോ, സാലിക്കട കടയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ കൊണ്ടുവന്ന്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ഒക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ഡൈനിങ് ടേബിളിൽ ഒന്ന് കൊണ്ടുവെക്കുവാണ്. അപ്പോൾ നോമ്പ് തുറന്ന് കുറച്ച് ടൈമിന് ശേഷമാണ് കേട്ടോ നമ്മൾ മെയിൻ ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ ഇതാ അപ്പവും മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നമ്മൾ അരിപ്പത്തിരിയും മട്ടൻ കുറുമയും പിന്നെ മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊരിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു.
ആ ദിവസം രാത്രി കേട്ടോ ആ ഒരു കാര്യം തന്നെ ഞങ്ങൾ ഓർത്തത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന കാര്യം മറന്നു പോകും. അങ്ങനെ ഇതാ വാപ്പി ഉമ്മയൊക്കെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അവർക്ക് വേണ്ടി കടിഞ്ചായയും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പയും ഉമ്മയും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ കൂടെ കടിഞ്ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ബീഫ് കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വെക്കുന്ന അതേ ടേസ്റ്റാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ഫേമസ് ആയ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാപ്പി മേടിച്ചതാണ്. അങ്ങനെ ഇതാ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ട്രോളിയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പി ഉമ്മയൊക്കെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും കമൻറ്റ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.